പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം വഴി നടത്തിയ ദൈവകൃപകളെ ഓർത്ത് നന്ദിയുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ ഈ പ്രഭാതയാമത്തിൽ ഏറ്റുവാങ്ങുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. ഭൂമിയിൽ നിന്നും പൊങ്ങിയ മൂടൽ മഞ്ഞുകൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നത് ദൈവത്തിന് പ്രിയമായിരുന്നു. ഭൂമിയിൽ നിന്നും പൊങ്ങിയ മൂടൽ മഞ്ഞ് എല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും തങ്ങളെ സൂക്ഷിച്ച് ഉന്നതമായ വിശുദ്ധ ജീവിതം ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് നിഴലാണ്. മറ്റുള്ളവരിലുള്ള വരണ്ട അവസ്ഥയെ നീക്കുന്നതിനും അവർക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവയായിരിക്കുന്നതിനും അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ഉപയോഗിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നതുവരെ നിലമൊരുക്കുവാൻ പ്രയത്നിക്കേണ്ട ആവശ്യം അവനുണ്ടായിരുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മനുഷ്യൻ പാപം ചെയ്യുന്നതുവരെ അവൻ്റെ ഹൃദയം മൃദുവും പൂർണ്ണവും പാപമില്ലാത്തതും ആയിരുന്നതിനാൽ അത് തകർക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ചു, അത് മുള്ളും പറക്കാരെയും മുളപ്പിച്ചു. ഇപ്പോൾ മനുഷ്യന് കഷ്ടപ്പെട്ട് നിലമൊരുക്കേണ്ടിയിരിക്കുന്നു. മുള്ളും പറക്കാരെയും മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം അവനിൽ വളർന്ന ദുസ്വഭാവങ്ങൾക്ക് സദൃശ്യമാണ്. ഈ ദുസ്വഭാവങ്ങൾ നമ്മിൽ നിന്നും നീക്കപ്പെടുവാൻ ഒരു തകർന്ന ഹൃദയത്തിനായി നാം പ്രയത്നിക്കണം. ഫലങ്ങളും പൂക്കളും മറ്റ് പ്രയോജനപ്രദമായ വൃക്ഷങ്ങളും വളരുവാൻ നിലമൊരുക്കേണ്ടത് ആവശ്യമാകും. അതുപോലെ നമ്മിൽ സുഗന്ധ വാസന വീശത്തക്ക ജീവിതവും ദിവ്യ സ്വഭാവവും, അതായത് ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ കഠിന ഹൃദയം തകർക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ, നാം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവയായി തീരുവാൻ, നമ്മിലെ ദുസ്വഭാവങ്ങൾ നീക്കപ്പെട്ട് സൗരഭ്യപൂരിതമായ ദിവ്യ സ്വഭാവത്തിൽ വളരുവാൻ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തിനായി നമുക്ക് വാഞ്ചിക്കാം. അതിനായി പ്രാർത്ഥിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ ഈ പ്രഭാതയാമത്തിൽ തന്നെ അവിടുന്ന് കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. നുറുങ്ങിയ ഹൃദയം ആവശ്യമെന്ന് കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ മുറ്റുമായും അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതയാമത്തിൽ രോഗക്കിടക്കയിലാണെങ്കിൽ അവിടുത്തെ വിടുതൽ അനുഭവിപ്പാൻ അവരെ സഹായിക്കണമേ. അവിടുത്തെ വചനമയച്ച് വേഗം അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും മാനസികമായി ഭാരത്തോടെ വിഷമത്തോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവേ, അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും യാത്രയിലായിരിക്കുന്നുവെങ്കിൽ അവരുടെ യാത്രയിൽ കൂടെ ഇരുന്ന് സഹായിച്ച് വഴി നടത്തണമേ കർത്താവേ. വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവിടുത്തെ വിടുതൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുത വിടുതലുകൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ നടക്കുവാൻ കർത്താവ് സഹായിക്കും. അതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.